ലഹരിക്കായി പലതും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ലഹരിക്കായി ഇപ്പോഴിതാ ക്യാൻസർ വേദന സംഹാരി ഗുളികകളും ചിലർ ഉപയോഗിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഇടുക്കി നെടുങ്കണ്ടത്തെ പരിശോധനയിൽ 3 യുവാക്കൾ പിടിയിലായിട്ടുണ്ട്. കീമോതെറാപ്പിക്ക് ശേഷം നൽകാറുള്ള ഗുളികകൾ ആണ് ഇവർ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതാണ്. ഈ പിടിയിലായ പ്രായമാണ് എടുത്തു പറയേണ്ടത്. കേവലം 23 വയസ്സാണ് ഇവരുടെ പ്രായം എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, 23 വയസ്സുള്ള യുവാക്കൾ ആണ് ഈ ലഹരി ഉപയോഗിച്ചിരുന്നത്. ഇവരുടെ ഒരു പശ്ചാത്തലം എന്ത് എന്ന് മനസ്സിലാകുന്നുണ്ടോ? അഭിലാഷ്, തികച്ചും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. 22ഉം 23ഉം വയസ്സ് മാത്രമായും പ്രായമുള്ള യുവാക്കളാണ് നെടുങ്കണ്ടം പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ രാത്രിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായി നിൽക്കുന്ന 2 യുവാക്കളെ കടയും അങ്ങനെ അവരെ പിടികൂടുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. നെടുങ്കണ്ടം സ്വദേശികളായ നെടുങ്കണ്ടം പുതകിൽ പ്രാജി എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ്, ചിറക്കുന്നേൽ അൻസിൽ, മഞ്ഞപ്പാറ മഞ്ഞിക്കൽ ജസ്മിൻ എന്നിവരെയാണ് അറസ്റ്റിലായത്. ജസ്മിനെ മറ്റൊരു കേസിൽ, അതായത് കഞ്ചാവ് ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് പിടിക്കുകയായിരുന്നു. ഈ ജസ്മിനും ഈ കേസിൽ പ്രതി തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ക്യാൻസറിന്റെ കീമോതെറാപ്പി ഒക്കെ ചെയ്ത ശേഷം രോഗികൾക്ക് നൽകുന്ന വേദനാ സംഹാര ഗുളികകൾ പൊടിച്ച് ആണ് ഇവർ മറ്റു ലായനികളിലൊക്കെ പൊടിച്ച് അതിനുശേഷം സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെച്ചൊക്കെയായിരുന്നു ഇവർ ലഹരിയായി ഉപയോഗിച്ചിരുന്നത്. ഒപ്പം ഇതിനായി ഇഞ്ചക്ഷൻ സിറിഞ്ചുകളും ഒക്കെ ഇവർ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ ലഹരി ഉപയോഗിച്ചിരുന്നത്. പതിവായി ഇവർ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികളിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളും, അതായത് 22,000 രൂപയോളം വില വരുന്ന ഈ വേദനാ സംഹാര ഗുളികകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇത് വലിക്കുന്ന രീതിക്ക് ഉപയോഗിച്ചിരുന്ന വിവിധ വസ്തുക്കളും പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇവർ കൈവശമുണ്ടായിരുന്നു. അതിലേക്ക് ഈ കപ്പളം പോലുള്ള കപ്പളത്തിന്റെ തണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. പ്രത്യേകിച്ചും ലഹരി ഉപയോഗിക്കാൻ പല മാർഗങ്ങൾ യുവാക്കൾ തേടുന്നു, പുതിയ തലമുറ തേടുന്നു എന്നത് വലിയ വേദനാജനകമായ ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇത്തരം, അതായത് ലഹരിക്ക് വേണ്ടി പലതരത്തിലുള്ള, നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിലടക്കം സാനിറ്റൈസർ പോലും ഒക്കെ ലഹരിക്കായി ഉപയോഗിച്ചു, ചിലർ മരുന്നുകൾ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴിതാ വേദന സംഹാരികൾ, ക്യാൻസറിന് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന വേദന സംഹാരികൾ അടക്കം, അതും യുവാക്കൾ ലഹരിക്കായി ഉപയോഗിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.